ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അയൺ ദോശത്തവ എങ്ങനെയാണ് മയക്കിയെടുക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പുതിയതായി വാങ്ങിയ ഒരു ദോശത്തവയാണ്. പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഒരു 3-4 മാസമായിട്ടുണ്ടാവും ഉപയോഗിക്കാതെ വെച്ചിരുന്നത്. പക്ഷേ ഇതിലധികം തുരുമ്പൊന്നും പിടിച്ചിട്ടില്ല. കാരണം ഇത് നന്നായി പേപ്പറിൽ പൊതിഞ്ഞായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് തുരുമ്പൊന്നും എടുത്തിട്ടില്ല. ഈ ദോശത്തവ നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് തന്നെ മയക്കിയെടുക്കാനായിട്ട് പറ്റും. കുറച്ചൊന്ന് ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ നല്ല രീതിയിൽ നമുക്കിത് മയക്കിയെടുക്കാനും പറ്റും. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ദോശത്തവ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ലിക്വിഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം. ഇതിലധികം തുരുമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരുപാട് സ്ക്രബ്ബർ ഇട്ട് ഇതുപോലെ നന്നായി സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഇതിൽ പോറലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ചകിരിയോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കാം. ദോശക്കല്ലിൻ്റെ കളർ കണ്ടാൽ പെട്ടെന്ന് ഇൻഡാലിയം ആണെന്ന് തോന്നുമെങ്കിലും ഇത് ഇൻഡാലിയം അല്ല, നല്ല ഇരുമ്പിൻ്റെ കട്ടിയുള്ള ദോശത്തവ തന്നെയാണ്. ഇത് ഇത്തിരി കുഴിഞ്ഞ രീതിയിലാണ് ഈ ദോശത്തവയുള്ളത്. സാധാരണ ദോശത്തവ പോലെയല്ല, ഇതിൻ്റെ അപ്പച്ചട്ടിയൊക്കെ പോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും കുഴിഞ്ഞിട്ടില്ല, ഒരു ചെറിയ രീതിയിലൊരു കുഴിവുണ്ട്. ഇപ്പം നമ്മൾ ദോശത്തവ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായി തന്നെ കഴുകിയെടുക്കുക, അകവും പുറവും. ഇനി തവ നല്ല പോലെ തന്നെ കഴുകിയെടുക്കാം. കഴുകി നന്നായി തുടച്ചെടുക്കണം. ഞാനൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നമ്മളിതുപോലെ കാസ്റ്റ് അയണിൻ്റെ ദോശത്തവയൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല കനമുള്ളത് നോക്കി വാങ്ങണം. അല്ലെങ്കിൽ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മളൊന്ന് ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവിലേക്ക് നമ്മൾ ഈ തുടച്ചെടുത്ത ദോശത്തവ വെച്ച് കൊടുക്കാം. ഇനി ഈ തവയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് കല്ലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉപ്പ് പൊടിയാണെങ്കിൽ അതാണെങ്കിലും മതി. നമ്മൾ ഈ എടുക്കുന്ന ഉപ്പിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഈ ദോശത്തവയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായി തന്നെ സ്പ്രെഡ് ചെയ്തിടാൻ പാകത്തിനുള്ള അളവിലുള്ള ഉപ്പ് എടുത്താൽ മതി. ഉപ്പ് പൊടി ഇടുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഉപ്പ് പൊടിയാകുമ്പോൾ നമുക്കിതുപോലെ നന്നായി തന്നെ സ്പ്രെഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഉപ്പ് കല്ലാകുമ്പോൾ കുറച്ചധികം ഇടേണ്ടി വരും. അതുകൊണ്ട് ഉപ്പ് പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉപ്പ് പൊടി എടുക്കുന്നതായിരിക്കും നല്ലത്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും നന്നായി സ്പ്രെഡ് ചെയ്ത് വെക്കുക. നമ്മൾ ഈ വലിയ ദോശയൊക്കെ ചുടുമ്പോൾ, അതായത് നെയ് റോസ്റ്റൊക്കെ ചുടുന്ന സമയത്ത് അല്ലെങ്കിൽ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ ദോശയായിട്ടാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് എല്ലാ ഭാഗവും ഒരേപോലെ മയങ്ങി വരണം. അങ്ങനെ നമ്മൾ ഈ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ചെറിയ തീയായിട്ട് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഉപ്പ് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് ഈ ഉപ്പിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായി ഇതുപോലെ ഉരച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊരു 6-7 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. കുറച്ച് ഗ്യാസ് ചിലവുള്ള പരിപാടിയാണ്. എങ്കിലും നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഗ്യാസ് സ്റ്റവിനെ ആശ്രയിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. ഇതുപോലെ ദോശക്കല്ലൊക്കെ മയക്കിയെടുക്കാനായിട്ട് നമ്മളിങ്ങനെ സവാള ഇതുപോലെ കൈ കൊണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് കൈയൊക്കെ പൊള്ളാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ചൂട് വരും. അതുകൊണ്ട് ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുത്തിയിട്ട് ഒന്നുകൂടി ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാളയുടെ തോല് കളയാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവാള അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അടർന്നു വീഴില്ല. അതുകൊണ്ടാണ് സവാളയുടെ തോല് കളയാത്തത്. സവാള തോല് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് ആവി തട്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് സവാള വാടി അത് ഉള്ളിൽ നിന്ന് വിട്ടുപോരും. അതുകൊണ്ട് ഇങ്ങനെ ഫോർക്ക് കുത്തി കൊടുത്ത് ഈ സവാളയുടെ തോലും കൂടെ കളയാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം സമയം ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഉപ്പും ഈ സവാളയും എല്ലാ ഭാഗത്തേക്കും തവയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു 6-7 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ചെയ്യണം. 4-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും സവാള നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ടാവും. അതുപോലെ ഉപ്പിൻ്റെ കളറും ഒക്കെ മാറിയിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ 2-3 മിനിറ്റ് നേരം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. മറ്റു പല രീതിയിലും ഈ ഒരു തവ മയക്കിയെടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് ഉപകാരപ്രദമായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മയങ്ങി കിട്ടി എന്ന് തോന്നിയത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ്. നമ്മൾ ഗ്യാസ് അടുപ്പിലല്ല ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, വിറകടുപ്പിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചധികം നേരം കൂടെ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ചെയ്യണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഈ ഉപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഉപ്പ് നന്നായിട്ട് തന്നെ മാറ്റിയെടുക്കാം. ഇനി നമ്മളിത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. കഴുകാതെ തന്നെ ആ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചട്ടി നമ്മൾ ചൂടാക്കിയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ നല്ലപോലെ ഈ ഒരു തവയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഈ തവ നല്ലപോലെ തണുക്കുന്നത് വരെ ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നന്നായി തണുത്തതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പറോ തുണിയോ ഉപയോഗിച്ചിട്ട് ഈ എണ്ണയൊക്കെ നല്ലപോലെ തന്നെ തുടച്ചെടുക്കാം. നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാലും ഇരുമ്പിൻ്റെ പുതിയ തവ നമുക്ക് നന്നായിട്ട് തന്നെ മയക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കുറച്ച് പുളി ആണ് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പുളി അല്ലെങ്കിൽ വാളംപുളി എന്ന് പറയുന്ന പുളിയാണ് ഇവിടെ വേണ്ടത്. ഞാൻ ഈ പുളി കുറച്ചെടുത്തിട്ട് ഒരു കൈപ്പിടിയോളം എടുത്ത് വെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിൽ കുരുവൊക്കെ ഉണ്ട്, ആ കുരുവൊക്കെ ഒന്ന് മാറ്റിയും കൊടുക്കാം. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ കട്ടിയായിട്ടിരുന്ന പുളിയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൽ കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുമ്പിൻ്റെ ഈ തവയിലേക്ക് ഈ ഉടച്ചെടുത്ത പുളി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. ദോശത്തവയുടെ എല്ലാ ഭാഗത്തേക്കും പുളി ഒന്ന് സ്പ്രെഡ് ചെയ്തും കൂടി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് തീ കത്തിച്ച് ചൂടാക്കുകയും വേണം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വറ്റി വരുന്നത് വരെ, നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്തോ ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ചൂടാക്കി എടുക്കുക. കുറഞ്ഞതൊരു 5-6 മിനിറ്റ് നേരമെങ്കിലും ഈ ഒരു പ്രോസസ്സ് ചെയ്യണം. തടിയുടെ തവി ഉപയോഗിച്ചിട്ട് പുളി ചൂടായി വരുന്ന കണക്കിന് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ദോശത്തവയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുകയും വേണം. ഇനി നമുക്ക് തീയുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. മുൻപ് പറഞ്ഞതുപോലെ ഒരു 5-6 മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്യണം. ഈ പുളിയിലെ വെള്ളം മുഴുവനും വറ്റി വരുന്നത് വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പുളിയിലെ വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ വറ്റി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ പുളി ഒന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ തവയുടെ കളർ കണ്ടോ? പുളി കളയണ്ട. നമ്മൾ ദോശത്തവ മയങ്ങിയിട്ടില്ലെങ്കിൽ വീണ്ടും പുളി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് ചെയ്യണം. തവ മയങ്ങിയില്ലെങ്കിൽ മാത്രം, അതുകൊണ്ട് പുളി കളയണ്ടെന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ പുളി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ദോശത്തവയൊന്ന് ആറിക്കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തുകൊണ്ട് വരാം. ചില ദോശത്തവയൊക്കെ ഒറ്റത്തവണ കൊണ്ട് മയങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് മയങ്ങിയിട്ടില്ലെങ്കിൽ വീണ്ടും അതേ പുളി ഇതുപോലെ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടി ഇങ്ങനെ ചൂടാക്കി വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ ദോശത്തവ നല്ലപോലെ തന്നെ തണുത്തതിന് ശേഷം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയും കൂടി ചെയ്യാം. ഈ രീതിയിൽ ചെയ്തപ്പോഴാണ് എനിക്ക് ദോശത്തവ നല്ല രീതിയിൽ മയക്കിയെടുക്കാൻ പറ്റിയത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നന്നായി തന്നെ മയക്കിയെടുക്കാനും പറ്റും. മാത്രമല്ല നമ്മളുടെ വീഡിയോ നമ്മൾ അയൺ കടായി മയക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള അയൺ തവ ദോശത്തവ എങ്ങനെ മയക്കിയെടുക്കുമെന്നുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. ദോശത്തവ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഉണങ്ങിയ തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കുക. നന്നായി തുടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി തന്നെ സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. നല്ലെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ദോശ ചുടുന്ന സമയത്തും നല്ലെണ്ണ ഒഴിച്ച് ചുടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ദോശ വിട്ട് വരാനായിട്ട് അത് സഹായിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചാൽ ദോശ വിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് ദോശ ചുടുക. അതുപോലെ നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിയുമ്പോൾ ദോശത്തവ കഴുകുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ കഴുകിയതിന് ശേഷം എപ്പോഴും നല്ലെണ്ണ പുരട്ടി വയ്ക്കുക. അല്ലെങ്കിൽ തവയൊക്കെ കേടുവരാനുള്ള സാധ്യതയുണ്ട്. ക്ലീൻ ചെയ്ത ദോശത്തവയിലേക്ക് ഇതുപോലെ കൈകൊണ്ട് തന്നെ നല്ലെണ്ണ നന്നായി തന്നെ പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ദോശത്തവ എങ്ങനെയാണ് മയക്കുന്നത് എന്നുള്ള വീഡിയോ. പുതിയതായി വാങ്ങുന്ന ദോശത്തവ ഇങ്ങനെ തന്നെയാണ് മയക്കിയെടുക്കേണ്ടത്. ഇനി ഒരുപാട് തുരുമ്പൊക്കെ പിടിച്ച ദോശത്തവയാണെങ്കിൽ നമ്മൾ അയൺ കടായി മയക്കുന്ന വീഡിയോ ഉണ്ട്, അതേ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക്